ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു ബ്രെഡ് കൊണ്ടൊരു പുഡിങ് തയ്യാറാക്കാം. അതിനുവേണ്ടി 1 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. അതിലൊരു 1/4 കപ്പ് പാല് മാറ്റി ഒരു 3 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ബാക്കി പാല് ഒന്ന് തിളയ്ക്കാൻ തുടങ്ങുന്ന സമയത്ത് ഈ കസ്റ്റേർഡ് പൗഡറിൻ്റെ കൂട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടി ഒരു 2-3 മിനിറ്റ് കൂടി ഒന്ന് വേവിച്ച് എടുക്കണം, തിളപ്പിക്കണം. അതിൻ്റെ ആ കസ്റ്റേർഡ് പൗഡറിൻ്റെ ആ മണമൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ. പിന്നെ ഒരു 3-4 തുള്ളി നമ്മുടെ വാനില എസൻസ് ഒരു ഫ്ലേവറിന് വേണ്ടി ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിന് വേണ്ടുന്ന ബ്രെഡ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് അത് ചെറിയ കഷ്ണങ്ങളാക്കി പീസാക്കി എടുക്കുന്നുണ്ട്. അത് നമ്മൾ ഈ പുഡിങ് സെറ്റ് ചെയ്യാൻ എടുക്കുന്ന പാത്രത്തിനനുസരിച്ച് ബ്രെഡ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇതിൻ്റെ സൈഡൊക്കെ കളയേണ്ട ആവശ്യമില്ല. നമുക്കത് ബ്രെഡ് ക്രംസായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ ആവശ്യത്തിനുള്ള ബ്രെഡ് ഇവിടെ പീസാക്കി എടുക്കുന്നുണ്ട്. ഇനിയും ഏത് പാത്രത്തിലാണോ നമ്മൾ പുഡിങ് തയ്യാറാക്കുന്നത് അതിലേക്ക് നമുക്ക് ബ്രെഡ് പീസുകൾ നിരത്തി കൊടുത്തിട്ട് ഒരു ലെയർ വെച്ചതിന് ശേഷം ഈ കസ്റ്റേർഡ് മിൽക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇതൊന്ന് അല്പം തണുത്തിട്ടാണ് ഒഴിക്കുന്നത്. ഇപ്പോൾ കുറുകിയൊന്ന് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു 3 ലെയർ ഞാൻ സെറ്റ് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം ഇത് നന്നായിട്ട് തണുത്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ഏകദേശം ഒരു 3 മണിക്കൂറെങ്കിലും വേണം ഇത് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. കുറഞ്ഞത് 3 മണിക്കൂറെങ്കിലും തണുപ്പിച്ചെടുക്കണം. അങ്ങനെ ഒരു ലെയർ ഞാൻ വെച്ചതിന് ശേഷം രണ്ടാമത്തെ ലെയറും വെച്ച് കൊടുത്ത് വീണ്ടും ഈ കസ്റ്റേർഡ് മിൽക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. രണ്ടാമത്തെ ലെയറും ഞാനിതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പുഡിങ് വളരെ നല്ലതാണ്, ടേസ്റ്റിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒന്ന് ഉണ്ടാക്കി നോക്കണം. മൂന്നാമത്തെ ലെയറും വെച്ചിട്ടുണ്ട്. ഇനിയും ബാക്കി വരുന്ന എല്ലാ കസ്റ്റേർഡ് മിൽക്കും നമുക്കിതിന് പുറത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലായിടവും നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതിന് പുറത്തേക്ക് കുറച്ച് നട്ട്സ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് പിസ്തയും പിന്നെ കുറച്ച് പിസ്ത എടുത്തിട്ടുണ്ട്, പിന്നെ ബദാം പരിപ്പ് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് പൊടിച്ചത് എടുക്കുന്നുണ്ട്. ഇനിയും പിസ്ത ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നുറുക്കി വെച്ചിരിക്കുന്ന ബദാമും ബാക്കി പൊടിച്ച് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് ഇട്ടിത് തണുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഒരു 3 മണിക്കൂർ തണുപ്പിച്ച്, ഞാനിത് പിറ്റേ ദിവസമാണ് എടുത്തത്. ഇതാ നല്ല അടിപൊളി പുഡിങ് തയ്യാറായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി പുതിയ വീഡിയോസ് കാണാനായിട്ട് എന്നെ ഫോളോ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണും വരെയും ബൈ ബൈ.